ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 203 ഗുരുദേവൻ്റെ തിരുത്തൽ ശൈലി. ഭാഗം 203 ഗുരുദേവൻ്റെ തിരുത്തൽ ശൈലി ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ആരോടും അവരുടെ ജാതി ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല. ശിവഗിരിയിൽ ജാതിയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ഗുരുദേവൻ അവരെ വിളിപ്പിച്ച് ജാതിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുമായിരുന്നു. എന്നിരുന്നാൽ പോലും ജാതി വിചാരമുള്ള ചില അന്തേവാസികൾ അന്ന് ശിവഗിരിയിലുണ്ടായിരുന്നു. ഗുരുദേവൻ ശിവഗിരി മഠത്തിൽ താമസിപ്പിച്ച് പഠിപ്പിച്ചിരുന്ന കുട്ടികളിൽ ചിലർ ഏറ്റവും താഴ്ന്നതെന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ജാതി സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നു. ചില അവസരങ്ങളിൽ അവർ ആശ്രമത്തിൽ ആഹാരം പാകം ചെയ്യുകയും അതിഥികൾക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അവരിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു കുറച്ചു ദിവസത്തേക്ക് ഗുരുദേവന് ഭക്ഷണം പാകം ചെയ്തിരുന്നത്. ചില അന്തേവാസികൾക്ക് അതിൽ വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. എങ്ങനെയും അവനെ ഗുരുവിന് ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിയിൽ നിന്നും മാറ്റണമെന്നവർ നിശ്ചയിച്ചു. അതിന് അവസരം നോക്കി കാത്തിരിക്കുമ്പോഴാണ് ഗുരുദേവൻ മലബാറിലേക്ക് യാത്ര പോയത്. അതുതന്നെ നല്ല അവസരമെന്ന് കരുതി അവർ ആ പയ്യനെ ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി മഠത്തിൽ നിന്നും പറഞ്ഞു വിട്ടു. ഗുരുദേവൻ മടങ്ങിയെത്തിയപ്പോൾ ആ വിവരം അറിഞ്ഞു. എന്നാൽ അവൻ പോയതിൻ്റെ കാരണമെന്തെന്ന് ആരോടും അന്വേഷിക്കുകയുണ്ടായില്ല. അവനെ പറഞ്ഞു വിട്ടവർ അതേപ്പറ്റി യാതൊന്നും ഗുരുദേവനെ അറിയിക്കുകയുമുണ്ടായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഗുരുദേവൻ വീണ്ടും ഒരു ദീർഘയാത്ര പോയി. അത്തവണ മടങ്ങി വന്നപ്പോൾ കൂടെ ഒരു പയ്യനുമുണ്ടായിരുന്നു. നല്ല വെളുത്തു സുമുഖനായ അവനെ ഗുരുദേവൻ തനിക്കുള്ള ആഹാരം പാകം ചെയ്യുന്നതിനായി നിയോഗിച്ചു. കാഴ്ച കൊണ്ടും സംഭാഷണം കൊണ്ടും അവനൊരു ബ്രാഹ്മണ പയ്യനായിരിക്കുമെന്നാണ് പലരും ധരിച്ചിരുന്നത്. എങ്കിലും ചിലർ അടുത്തുകൂടി അവൻ്റെ ജാതി ഏതെന്ന് സൂത്രത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. അവൻ ജാതി ശ്രേണിയിൽ പറയ സമുദായത്തിൽപ്പെട്ടതാണെന്ന് അറിഞ്ഞതോടെ അവരെല്ലാം നിശബ്ദരായി. മനുഷ്യരിൽ ജാതി കാണുന്നവരെ ഗുരുദേവൻ തിരുത്തിയിരുന്നത് ഇത്തരം ശൈലികളിലൂടെയായിരുന്നു. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണേ ഗുരുദേവ, അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ, അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 203 ഗുരുദേവൻ്റെ തിരുത്തൽ ശൈലി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.